ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് PSC ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതായത് 20 മാർക്കിൽ 20 നമുക്ക് ഉറപ്പിക്കണം. അതായത് എത്രയാണോ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക് അത് മുഴുവൻ ലഭിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി PSC പരീക്ഷയിൽ ആവർത്തിക്കാനിടയുള്ള നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: സാമ്പത്തിക സ്ഥിതി നോക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ്? അതായത് സാമ്പത്തിക സ്ഥിതി, അതായത് ഒരാൾ ദരിദ്രനാണോ അല്ലയോ മുന്നോട്ട് നിൽക്കുന്ന ആളാണോ എന്നൊന്നും പരിഗണിക്കാതെ നിങ്ങൾക്ക് 70 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ, അതായത് രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ലഭ്യമാക്കുന്നത്. ഇങ്ങനെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി. പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ചോദ്യമാണ് പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കുക. അതുപോലെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ, അതായത് 26ാമത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. 25ാമത് ശക്തികാന്ത ദാസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 26ാമത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണ്? അത് സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്: റിസർവ് ബാങ്ക് ഗവർണറും അതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ ഇന്ത്യയിലെ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വയവന്ദന പദ്ധതി എന്ന് പറയുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്: സമാധാന നൊബേൽ 2025 സമാധാന നൊബേൽ ജേതാവ് ആരാണ്? മരിയ കൊറീനോ മച്ചാഡോ ആണ്. മരിയ കൊറീന മച്ചാഡോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ട്രംപ് വെനസ്വേല പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്താം. അതുകൊണ്ട് കൃത്യമായി ചോദിക്കും അവിടെ എന്തിനാണ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമാധാന നൊബേൽ ട്രംപിന് സമ്മാനിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമാധാനം മച്ചാഡോ എന്ന് ഓർക്കുക. മരിയ കൊറീന മച്ചാഡോ ആണ് 2025 സമാധാന നൊബേൽ ജേതാവ്. മറ്റൊന്ന്, ആരാണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? പലപ്പോഴും ചോദ്യങ്ങളിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് വിവരാവകാശ കമ്മീഷണർ. അത് ദേശീയവും ചോദിക്കാം, സംസ്ഥാനവും ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ ആണ് സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ശരി, അങ്ങനെയാണെങ്കിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? അത് രാജ്കുമാർ ഗോയലാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ നമ്മൾ പഠിച്ചു വെക്കണം. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയ ഒരു മലയാളി. ഇപ്പം നിലവിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ഓളം വിവരാവകാശ കമ്മീഷണർമാരുമുണ്ട്. അങ്ങനെ കമ്മീഷണർമാരായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളിയുണ്ട്. അദ്ദേഹമാണ് PR രമേശ് ആണ്. അപ്പൊ പഠിച്ചു വച്ചേക്കുക. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ അത് വി ഹരി നായർ. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ചോദ്യമെങ്കിൽ അത് എന്താണ്? രാജ്കുമാർ ഗോയൽ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിരിക്കുന്ന മലയാളി ചോദിച്ചാൽ PR രമേശ് എന്നും പഠിച്ചു വച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അടുത്തത്, റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. നമുക്ക് 26 ജനുവരി റിപ്പബ്ലിക് ദിനം കഴിഞ്ഞു. ഇപ്പൊ 2025 26 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥികൾ ആരൊക്കെയായിരുന്നു എന്ന് പഠിക്കാം. ഒന്ന് 2025 നോക്കുമ്പോൾ അത് ആരാണ്? പ്രഭാവോ സുബിയാന്തോ ആണ് എന്ന് മനസ്സിലാക്കുക. ആരാണ് പ്രഭാവോ സുബിയാന്തോ? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ്. 8ാമത്തെ പ്രസിഡന്റ് ആണ് ഇന്തോനേഷ്യയുടെ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് പ്രഭാവോ സുബിയാന്തോ. അദ്ദേഹമായിരുന്നു 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. എന്നാൽ 2026 എത്തുമ്പോൾ 2 പേരാണ് അതിഥികളായിട്ട് വരുന്നത്. ആരൊക്കെയാണ്? യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും 2 പേരാണ്. അതിൽ അന്റോണിയോ കോസ്റ്റയാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ്. യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഉർസുല വോണ്ടർലൈൻ ആണ് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും. ഇങ്ങനെ 2 പേരാണ് 2026 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥികളായിരുന്ന ആളുകൾ.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. 2026 ഉറപ്പായിട്ടും ചോദിക്കും, പഠിച്ചു വെച്ചേക്കുക. രണ്ടുപേരാണ്. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് 2026 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥികൾ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരാളുടെ മാത്രം തന്നിട്ട് ആരാണ് എന്ന് ചോദിക്കാം. ചിലപ്പോൾ രണ്ടുപേരും തരും. അതുകൊണ്ട് പഠിച്ചു വെക്കുക. അന്റോണിയോ കോസ്റ്റയും ഉർസുല വോണ്ടർ ലൈനുമാണ്. ഉർസുല വോണ്ടർ ലൈനും. ഒരാൾ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും മറ്റൊരാൾ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വയലാർ പുരസ്കാരമാണ്. 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് ഇ സന്തോഷ് കുമാറിനാണ്. ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറാണ് 2025 വയലാർ പുരസ്കാരം. കൃതി ചോദിച്ചാൽ തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ എന്നാണ് കൃതിയുടെ പേര്. വയലാർ പുരസ്കാരം ലഭിച്ച സന്തോഷ് കുമാർ, ഈ സന്തോഷ് കുമാറിന്റെ കൃതിയുടെ പേരാണ് തപോമയിയുടെ അച്ഛൻ എന്നാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? 2025. അങ്ങനെയാണെങ്കിൽ 2024 കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2024 ആരാണ്? അശോകൻ ചരുവിലാണ്. 2024 വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചരുവിലാണ്. കൃതി കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ്. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ്. അപ്പൊ രണ്ടും സെറ്റ് അല്ലേ? 25ഉം 24ഉം ഏതാണ്? വയലാർ പുരസ്കാരം. സെറ്റ് ആക്കണേ. വയലാർ പുരസ്കാരം 25 ഇ സന്തോഷ് കുമാർ. വയലാർ പുരസ്കാരം 2025 ഇ സന്തോഷ് കുമാർ, തപോമയിയുടെ അച്ഛൻ. 2024 അശോകൻ ചെരുവിൽ, കാട്ടൂർ കടവ്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ എഴുത്തച്ഛൻ നോക്കാം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയാണ്. സമഗ്ര പുരസ്കാരമാണ്. KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം. KG ശങ്കരപ്പിള്ള. 2024 അത് NS മാധവനാണ്. NS മാധവൻ. സെറ്റാക്കി പഠിച്ചു വെച്ചേക്കുക. ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. KG ശങ്കരപിള്ള. 2024 അത് NS മാധവൻ. NS മാധവൻ. ഓക്കെ. വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാർ 2025, എഴുത്തച്ഛൻ പുരസ്കാരം 2025 KG ശങ്കരപിള്ള. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കേരള പുരസ്കാരങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 2025 കേരള പുരസ്കാരങ്ങളാണ്. അതിൽ കേരള ജ്യോതി പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? കേരള ജ്യോതി ഏറ്റവും ആദ്യം MD വാസുദേവൻ നായർക്കാണ്, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 2025 കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ്? ഡോക്ടർ MR രാഘവ വാര്യറാണ്. ഡോക്ടർ MR രാഘവ വാര്യറാണ് 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ഉറപ്പായിട്ടും ചോദിക്കും, പഠിച്ചേക്കുക. ഉറപ്പായിട്ടും ചോദിക്കും. കേരള ജ്യോതി 2025 ഡോക്ടർ MR രാഘവ വാര്യർ. അതുപോലെ തന്നെ രണ്ടാമത്, ഏറ്റവും ആദ്യം കേരള പുരസ്കാരങ്ങളിൽ കേരള ജ്യോതിയാണ്. രണ്ടാമത് കേരളപ്രഭയാണ്. 2025 കേരളപ്രഭ 2 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. 2 പേർക്കാണ്. കാർഷിക മേഖലയിൽ നിന്ന് ഒരാൾക്കും കലാരംഗത്ത് നിന്ന് ഒരാൾക്കും. അങ്ങനെ 2 പേർക്കാണ് കേരളപ്രഭ പുരസ്കാരം. അതിലൊന്ന് PB അനീഷാണ്. PB അനീഷാണ് കാർഷിക മേഖലയിൽ നിന്നും. രാജശ്രീ വാര്യർ കലയും. അപ്പൊ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റും, 2 വാര്യർ വരുന്നുണ്ട്. കേരള പുരസ്കാരങ്ങൾ 2 വാര്യർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കേരള ജ്യോതി രാഘവ വാര്യറും കേരളപ്രഭ രാജശ്രീ വാര്യരുമാണ് എന്ന് ഓർക്കുക. രാജശ്രീ വാര്യർ കലാരംഗത്തുള്ള വ്യക്തിയാണ്. PB അനീഷ് ആണെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്നു. അപ്പൊ കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർ, കേരളപ്രഭ PB അനീഷും രാജശ്രീ വാര്യരുമാണ്. അങ്ങനെയാണെങ്കിൽ കേരളശ്രീ ഉണ്ട്. കേരളശ്രീ നിങ്ങൾ നോക്കുക, ഏകദേശം 5 പേർക്കാണ് കേരളശ്രീ പുരസ്കാരം ഇവിടെ ലഭിച്ചിരിക്കുന്നത്. 5 പേർക്ക്. അതിൽ ശശികുമാർ മാധ്യമ പ്രവർത്തന മേഖലയാണ്. ശശികുമാർ മാധ്യമ പ്രവർത്തകനും. അഭിലാഷ് ടോമി നമുക്കറിയാം, പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ വ്യക്തിയാണ് അഭിലാഷ് ടോമി. ആ അഭിലാഷ് ടോമി കായിക രംഗത്തുനിന്ന്. അതുപോലെ തന്നെ ഷഹൽ ഹസൻ മുസ്ലിയാർ, വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഷഹൽ ഹസൻ മുസ്ലിയാർക്ക് കേരളശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ MK വിമൽ ഗോവിന്ദ്, റോബോട്ടിക്കുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടപ്പിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൈകാലുകളില്ലാത്ത ജിലുമോൾ മാരിയറ്റ് തോമസ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ലഭിച്ച് നമ്മൾ കേട്ട് കാണും വാർത്ത. ആ ജിലുമോൾ മാരിയറ്റ് തോമസിനാണ് അടുത്ത കേരളശ്രീ. അങ്ങനെ 5 പേർക്ക് ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിലാഷ് ടോമി ചോദിക്കും, ജിലുമോൾ മാരിയറ്റ് തോമസ് ചോദിക്കും, അതുപോലെ MK വിമൽ ഗോവിന്ദ് ചോദിക്കും, ഷഹൽ ഹസാൻ മുസ്ലിയാരും ശശികുമാറും അതിന്റെ കൂടെ പഠിച്ചു വെക്കുക. 2025 കേരളശ്രീ പുരസ്കാരം. ഓക്കെ. കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. ഓക്കെ അല്ലേ? 5ഉം 3ഉം 8 പേർക്കാണ് കേരള പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത്. കേരള ജ്യോതി MR രാഘവ വാര്യർ,
കേരളപ്രഭയാണെങ്കിൽ PV അനീഷും രാജശ്രീ വാര്യറും. കേരളശ്രീയിലേക്ക് വന്നാൽ ശശികുമാർ ഉണ്ട്, അഭിലാഷ് ടോമി ഉണ്ട്, ഷഹൻ ഹസൻ മുസ്ലിയാർ ഉണ്ട്, അതുപോലെ തന്നെ MK വിമൽ ഗോവിന്ദ് ഉണ്ട്, അതുപോലെ ജിലുമോൾ മാരിയൻ തോമസും ഉണ്ട് എന്ന് പഠിച്ചു വച്ചേക്കുക. ഇത്രയുമാണ് കേരള പുരസ്കാരങ്ങൾ. അടുത്തത് വളരെ പ്രധാനപ്പെട്ടത്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെയാണ്? രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെയാണ്? ഒന്നാമത്തെ നമുക്കറിയാം ശ്രീഹരിക്കോട്ടയാണ്. രണ്ടാമത്തെ എവിടെയാണ്? കുലശേഖരപട്ടണമാണ്. കുലശേഖരപട്ടണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുൻ പരീക്ഷകളിൽ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്, വീണ്ടും ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമാണിത്. കുലശേഖരപട്ടണം പഠിച്ചു വെക്കുക. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖമാണ്. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം ഏതാണ്? കുലശേഖരപട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് പഠിക്കുക. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള സംഗീത നാടക അക്കാദമി ഒന്നുകൂടി ഓർത്ത് വെക്കുക. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ചോദിച്ചാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എന്ന് പഠിച്ചു വച്ചേക്കുക. മറ്റൊന്ന് UNEP. UNEPയുടെ 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 UNEPയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് പ്രിയ സാഹു ആണ്. തമിഴ്നാടിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ IAS കാരിയായ പ്രിയ സാഹുവിനാണ് ഈ ഒരു പുരസ്കാരം. IAS കാരനായ പ്രിയ സാഹുവിനാണ് 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. പരിസ്ഥിതി മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ്. അത് ലഭിച്ചിരിക്കുന്നത് പ്രിയ സാഹു എന്ന IAS കാരനാണ് 2025. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ 2024 പുരസ്കാരമായിരിക്കും. കാരണം അദ്ദേഹം ഈയിടെ അന്തരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ മാധവ് ഗാഡ്ഗിലാണ്. മാധവ് ഗാഡ്ഗിലിനാണ് 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2025 പ്രിയ സാഹു ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ രണ്ട് പേരുകളും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. പ്രിയ സാഹു അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിലും UNEPയുടെ 2025 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാര ജേതാക്കളാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് നമ്മുടെ ഇലക്ഷനൊക്കെ നടക്കാൻ പോവാണ്. ഒരു ഇലക്ഷൻ നടന്നു, പഞ്ചായത്ത് തല ഇലക്ഷൻ നടന്നു. അടുത്തത് നിയമസഭാ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വളരെ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പേരുകളുണ്ട്. അതിലൊന്നാണ് ഇലക്ഷൻ നടത്തുന്ന കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിയമസഭ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് അറിയണ്ടേ? കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ A. ഷാജഹാൻ ആണ്. A. ഷാജഹാൻ കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A. ഷാജഹാൻ. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കുറിച്ച് അറിയണ്ടേ? ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരുമാണ് കേന്ദ്രത്തിലുള്ളത്. കേരളത്തിൽ ഏക കമ്മീഷണറാണ് A. ഷാജഹാൻ മാത്രം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കേരളത്തിൽ. അതായത് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയും A. ഷാജഹാൻ. അങ്ങനെയാണ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ അത് ഗ്യാനേഷ് കുമാറാണ്. ഗ്യാനേഷ് കുമാറാണ് കേന്ദ്രത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ 2 കമ്മീഷണർമാരാണ്. ഒന്ന് സുഖ്ബീർ സിംഗ് സന്ധുവും മറ്റൊന്ന് വിവേക് ജോഷിയും. സുഖ്ബീർ സന്ധുവും വിവേക് ജോഷിയുമാണ് മറ്റ് 2 കമ്മീഷണർമാർ എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ നിയമസഭാ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഓടി എത്താൻ പറ്റില്ല. അപ്പൊ കേരളത്തിൽ അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹമാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയും. സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ A. ഷാജഹാന്റെ പേര് എഴുതരുത്, അത് രത്തൻ കേൽക്കർ ആണ്. രത്തൻ കേൽക്കർ IAS ആണ് സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ A. ഷാജഹാൻ. കൺഫ്യൂഷൻ ഉണ്ടാവാതെ പഠിക്കണം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും 2 കമ്മീഷണർമാർ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും. അതുപോലെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് രത്തൻ കേൽക്കർ. ആരാണ്? രത്തൻ കേൽക്കർ ആണ്. മറ്റൊന്ന് നമ്മുടെ ധനകാര്യ കമ്മീഷൻ. ബജറ്റ് കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ അടക്കമുള്ള ഗ്രാന്റുകളൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചതെന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷനാണ്. അപ്പൊ ധനകാര്യ കമ്മീഷൻ 7ാമത് ധനകാര്യ കമ്മീഷൻ ആരാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചോദിച്ചാൽ പ്രൊഫസർ KN ഹരിലാലാണ്. KN ഹരിലാലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. 7ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്.
അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ ഒരു ധനകാര്യ കമ്മീഷൻ ഉണ്ട്, അദ്ദേഹമാണ് ഈ ഗ്രാന്റ് ഒക്കെ വെട്ടിക്കുറച്ചത്. അങ്ങനെ കേന്ദ്രത്തിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയാണ്. ആ പേര് നമ്മൾ പല സ്ഥലത്തും കേട്ട് കാണും, അരവിന്ദ് പനഗരിയ. ഇപ്പൊ അദ്ദേഹം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, 15ാമത്തെ ആരാണെന്ന് ചോദിച്ചാൽ NK സിംഗ് ആയിരുന്നു. 15ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു NK സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് രണ്ടും പഠിച്ചു വെക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ധനകാര്യ കമ്മീഷൻ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയ. 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. നമ്മുടെ ധനമന്ത്രിയുടെ സഹോദരനൊക്കെയാണ് KN ഹരിലാൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷണർ സംസ്ഥാനത്തും ഉണ്ട്, ദേശീയ തലത്തിലും ഉണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അങ്ങനെയാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അത് ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യമാണ്. ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യം. ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അത് കേരളമായിക്കോട്ടെ ദേശീയമായിക്കോട്ടെ. കേരളത്തിലേത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസും ദേശീയ തലത്തിൽ ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യവും. ഉറപ്പിച്ച് പഠിച്ചേക്കുക, ഉറപ്പായിട്ടും ഇവിടുന്ന് ചോദ്യം വരും. അതുപോലെ തന്നെയാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അത് അഡ്വക്കേറ്റ് പി സതീദേവിയാണ്. അഡ്വക്കേറ്റ് പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? അത് വിജയ കിഷോർ രാഹത്കർ ആണ്. വിജയ കിഷോർ രാഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രാഹത്കർ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ് കെ സച്ചിദാനന്ദൻ. ആരാണ്? കെ സച്ചിദാനന്ദനാണ്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ചോദിച്ചാൽ കെ സച്ചിദാനന്ദൻ. അതുപോലെ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ചോദിച്ചാൽ അത് OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനും കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനുമാണ്. അങ്ങനെയാണെങ്കിൽ ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചിറോത്താണ്. മുരളി ചിറോത്താണ് ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചിറോത്ത്. അതുപോലെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? അത് റസൂൽ പൂക്കുട്ടിയാണ്. ഡോക്ടർ റസൂൽ പൂക്കുട്ടിയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. മുൻപ് ആ ചുമതല വഹിച്ചിരുന്നത് നമ്മുടെ പ്രേംകുമാറാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അക്കാദമിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് കുക്കു പരമേശ്വരനാണ്. കുക്കു പരമേശ്വരൻ. അപ്പൊ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിറോത്ത്, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഡോക്ടർ റസൂൽ പൂക്കുട്ടി, വൈസ് ചെയർമാൻ ചോദിച്ചാൽ അത് കുക്കു പരമേശ്വരനാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ഇന്ത്യയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? അത് സൂര്യകാന്താണ്. സൂര്യകാന്ത്, ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓക്കെ, മറന്നുപോയത്, ഈ പേര് ചോദിക്കും. ജസ്റ്റിസ് സൂര്യകാന്താണ് 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. ജസ്റ്റിസ് സൂര്യകാന്ത്. അതുപോലെ കേരളത്തിൽ പുതിയ ചീഫ് ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ. അതായത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ സൂര്യകാന്ത്, സൂര്യനാണ് സൂര്യകാന്ത്. സംസ്ഥാനത്ത് ചോദിച്ചാൽ ഒരു സൗമ്യനാണ്, അല്ലെങ്കിൽ സൗമൻ സെൻ. സൗമൻ സെൻ. ഓക്കെ, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെനും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തുമാണ്. ഇനി 18ാമത് ലോക്സഭയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 18ാമത്തെ ലോക്സഭയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അപ്പൊ ആ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ 18ാമത് ലോക്സഭ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ഓം ബിർളയാണ്. ഓം ബിർള. അതായത് തുടർച്ചയായി 2ാം തവണയാണ് ഓം ബിർള സ്പീക്കറായി. കഴിഞ്ഞ 17ാം ലോക്സഭാ സ്പീക്കറും ആരായിരുന്നു? ഓം ബിർളയായിരുന്നു. 17ാമത് ലോക്സഭാ സ്പീക്കറും ഓം ബിർളയായിരുന്നു. അപ്പൊ 18ാമത് ലോക്സഭാ സ്പീക്കർ ചോദിച്ചാൽ ഓം ബിർള തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ആരാണ്? അത് ഷംസുദ്ദീൻ. ആരാണ്? ഷംസീറാണ്. ഷംസീറാണ്. AN ഷംസീറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ കമന്റ് ചെയ്യുക. കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഒന്ന് കമന്റ് ചെയ്യണേ.
അതായത് സ്പീക്കർ AN ഷംസീർ ആണ്, തലശ്ശേരിയാണ് എന്താണ് നിയമസഭാ അംഗത്വം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് അജയ് കുമാർ ആണ്. അജയ് കുമാർ അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് MR ബൈജു ആണ്. MR ബൈജു ആണ്. ഓക്കെ, UPSCയുടെ ചെയർമാൻ അജയ് കുമാറും കേരള PSCയുടെ ചെയർമാൻ MR ബൈജു ആണ് എന്ന് പഠിച്ചു വെക്കുക. ഇനി സെബിയുടെ ചെയർപേഴ്സൺ ആരാണ്? സെബിയുടെ ചെയർപേഴ്സൺ അത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാനായി ചുമതലയേറ്റിരിക്കുന്നത്. തുഹിൻ കാന്ത പാണ്ഡെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അത് അജിത് ഡോവൽ ആണ്. അജിത് ഡോവൽ. ഈ പേരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടുള്ള സ്പീഡായിട്ട് തന്നെ പോവാം. കാരണം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ ഏത് ഉറക്കത്തിലും പറയും അത് അജിത് ഡോവൽ ആണ് എന്ന്. അതുപോലെ സെബിയുടെ ചെയർപേഴ്സൺ തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെ. അങ്ങനെയാണെങ്കിൽ ആരാണ് നിലവിൽ ഇന്ത്യയുടെ CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ CAG ആരാണ്? അത് K സഞ്ജയ് മൂർത്തിയാണ്. K സഞ്ജയ് മൂർത്തി. അപ്പൊ ഇന്ത്യയുടെ നിലവിലെ CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? അത് K സഞ്ജയ് മൂർത്തിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? V നാരായണൻ. V നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാനാണ് V നാരായണൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കും. സിവിൽ എക്സൈസ് ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, ഡിഗ്രി തല പരീക്ഷ ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റോ അല്ലെങ്കിൽ LGS എന്തോ VFA പരീക്ഷ ആയിക്കോട്ടെ, ഇതിലൊക്കെ ചോദിക്കാൻ സാധ്യത വളരെയേറിയ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയി തന്നെ പഠിച്ചു വെക്കുക. അതുകൂടാതെ നമ്മുടെ മിന്റ് PSC ഇവിടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് കർമ്മ എന്ന പേരിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുപോലെ വെബ്കോ LDCയുടെ നിയമനമൊക്കെ കൂടുന്നുണ്ട്. അതിനനുസരിച്ച് അവിടെ നിങ്ങൾക്ക് ഒരു സീറ്റ് ഉറപ്പിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ മിന്റ് PSCയിൽ അംഗമാവുക. അതുപോലെ തന്നെ പ്രിലിംസിന്റെ ബാച്ച്, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ റെക്കോർഡഡ് ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും പ്രിലിംസ് കം മെയിൻസ് ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനി ബോർഡ് LGSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ച് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് അംഗമാകാം. എല്ലാത്തിലും ഇതിന്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് 1,00,000 ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. 1,00,000 ടെസ്റ്റ് സീരീസ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ അടുത്ത ദിവസം മുതൽ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ഒരു ഫ്രീ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെയാണ് ഫ്രീ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും 3 മണിക്ക് നമ്മൾ ഫ്രീ ക്ലാസ്സുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ആ ഫ്രീ ക്ലാസ്സുകളെങ്കിലും കണ്ട് നമുക്ക് ജോലി നേടണ്ടേ? ഫ്രീ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും മികച്ച പെയ്ഡ് ബാച്ചുകളും നിങ്ങൾ ജോയിൻ ചെയ്യുക. ആദ്യത്തെ റാങ്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൂടാതെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾക്കും മറ്റു നമ്മുടെ ഈ ഒരു ചാനൽ, യൂട്യൂബ് ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഏറ്റവും മികച്ച അടിപൊളി ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.